എന്താണ് പോടി? അവനെ കൈ കിട്ടിയിട്ടും വെറുതെ വിട്ടുകളഞ്ഞല്ലോടാ. അവനെ അങ്ങ് കൊന്നുകളയായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ അവനെ സൂപ്പർമാൻ ആക്കിയില്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സൈദുള്ള എന്തെങ്കിലും ചെയ്യും. അവന്റെ കയ്യിൽ നമ്മളെ പറ്റിയുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ഇപ്പം നമുക്ക് അവനെക്കാളും തലവേദനയുള്ളത് ആരെ കൊണ്ടാണെന്നറിയാവോ? ഈ ശാന്തരവനെ കൊണ്ട്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് അവനെ കൊല്ലാൻ സാധിക്കുകയോ ഇല്ലയോ? നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ശാന്തമായിരിക്കുക. ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശാന്തുവിനെ സൈദുവിനെ വെറുതെ വിടാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? ഇവര് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ പറഞ്ഞതും ശരിയാണ്. ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് സീ. ഉറപ്പ് അവരിൽ എന്റെ കൊല്ലാൻ തന്നെയായിരിക്കും വന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്കിൾ. അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഞാൻ കാരണം അവൾക്കൊരു ആപത്തും ഉണ്ടാവരുത്. ഒരുപക്ഷെ ആ പാവത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എനിക്കത് സഹിക്കാനാവില്ല. നിങ്ങൾ എന്തുകൊണ്ടും വിഷമിക്കണ്ട അങ്കിൾ. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അവൾക്കൊന്നും സംഭവിക്കില്ല. ഈ പ്രാവശ്യം എങ്ങനെയോ മിസ്സായി. പക്ഷെ അടുത്ത പ്രാവശ്യം മിസ്സാവത്തില്ല അങ്കിൾ. എന്നെ വിശ്വസിപ്പിച്ച് എന്നെ വഞ്ചിക്കാമെന്ന് വിചാരിച്ചല്ലേ? അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ കഥ തീർക്കണം. ഒരിക്കലും അവനെ വെറുതെ വിടാൻ പാടില്ല. സാർ, അപ്പൊ ഇതെല്ലാം നിന്റെ ജോലിയായിരുന്നല്ലേ? ഞാൻ ഇതിനെല്ലാം പകരം ചോദിക്കാൻ പോവുകയാണ്.
ആരാ? ഞാനാണ് മൊയ്ന. എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മോയിനെയോ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വാ, അവൻ ദേ ഇതിനകത്തുണ്ട്. ഏയ്, അകത്ത് ഏതോ ഒരു പെണ്ണിന്റെ ഒപ്പം തോന്നുന്നു. ആണ്ട്രാ, കണ്ടില്ലേ ഈ ടെൻഷൻ ഇടയ്ക്ക് അവരിതേ ഉള്ള പരിപാടി. എടാ മുല്ലേ, ഒന്ന് വേഗം തുറക്കടാ, നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എടാ, അകത്ത് നീ എന്തുട്ടേ കാണിക്കുന്നേ? ഒന്ന് കഥവ് തുറക്കടാ. എടാ ആദിർ, മര്യാദക്ക് കഥ തുറക്ക്. ഒന്ന് തുറക്കടാ, അല്ലെങ്കിൽ ഞങ്ങള് തല്ലിപ്പൊളിക്കണോ? അതെ, ഇവനീ പറഞ്ഞൊന്നും കേൾക്കുന്ന അവസ്ഥയല്ല. കഥവ് തല്ലി പൊളിക്കാം. എന്താ, എന്തു പറ്റി? കണ്ടോ, ആ, അവൻ മരിച്ചു. നമ്മളോട് പകരം വീട്ടാനാണ് ഇവരെ കൊന്നിരിക്കുന്നത്. നമ്മളെയോ? അതെ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്താന്ന് തോന്നുന്നു ആരോ അവനെ വീട്ടിനകത്ത് വെച്ച് കൊന്നോണ്ടിരുന്നത്. എനിക്ക് ഉറപ്പായത് നമ്മുടെ ശത്രുവിന്റെ പണി തന്നെയായിരിക്കും. പക്ഷേ എന്തിനു വേണ്ടി? ഓഫീസർ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇത് കാണുമ്പോ ഒരു കൊലപാതകമായിട്ടാ തോന്നുന്നേ. ആകെ മൊത്തം ഈ സംഭവം കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാ ഇയാളെ കൊല്ലാൻ തന്നെയാണ് അവര് വന്നത്. പക്ഷെ ഇയാൾ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടെന്ന് ഇവര് പറയുന്നേ. ഞങ്ങളും അങ്ങനെയാ കേട്ടത്. എന്നും പറഞ്ഞ് നമുക്ക് ആരെയും സ്പെസിഫിക് ആയിട്ട് സംശയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിത്താ. വാ പോവാം. കേസിലോ ആ പെണ്ണ് ആരായിരിക്കുമെന്ന് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ആ പെണ്ണ് ആരാന്നറിഞ്ഞിരുന്നാ നേരത്തെ തന്നെ ഞാൻ അവളെ കൊന്നു കളഞ്ഞിരിക്കത്തില്ലേ? ആ, ശരി ശരി. നിസാമേ, ഇനി തൊട്ട് എല്ലാവരുടെയും മുകളിൽ ഒരു കണ്ണുണ്ടാവണം. എന്തോ ഒന്ന് തീരുമാനിച്ചു വെച്ചിട്ടാണ് അവർ ഇതിനകത്തേക്ക് കാലി ചവിട്ടിയത്. ആ